الحمد لله الذي أبدع الأفلاك والأرضين والصلاة والسلام على من كان نبيا وآدم بين الماء والطين وعلى آله وصحبه أجمعين اللهم ألهمنا مراشد أمورنا പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സുഹൃതങ്ങൾ നന്മകൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇഖ്ലാസുള്ള അമലാക്കി റബ്ബ് കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം റൂഹിലും ജസദിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഖുർആനിക കുടുംബമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കി റബ്ബ് കബൂലാക്കട്ടെ. 5 വഖത്ത് കൃത്യസമയത്ത് ഖളാ ആകാതെ കൃത്യസമയത്ത് സൂക്ഷ്മതയോടെ നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളാക്കി മുഅ്മിനാത്തുകളാക്കി നമ്മളെ എല്ലാവരെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ വാഗ്ദാനം, പരിശുദ്ധ റമദാൻ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ സിലത്തു റഹ്മ, കുടുംബബന്ധം ചേർക്കൽ. അള്ളാഹുവെ ഞങ്ങൾക്കത് നൽകണം റഹ്മാനെ. പിണക്കങ്ങൾ മാറ്റിത്തരണം തമ്പുരാനെ. ഐക്യവും സന്തോഷവും നമ്മുടെ കുടുംബജീവിതത്തിലും അയൽപക്ക ബന്ധങ്ങളിലും നമ്മുടെ മുഴുവൻ ഇടപെടലുകളിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ ഒത്തൊരുമയും ഐക്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ വഹുവ ശഹ്റു സബ്ർ, ക്ഷമയുടെ മാസമാണ്. നല്ല ക്ഷമ അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാകട്ടെ. ഏറ്റവും അനിവാര്യമായൊരു വിഷയമാണ്. അള്ളാഹു പരിശുദ്ധ റമദാനിൻ്റെ റിസ്ഖ് നമുക്ക് അള്ളാഹു നൽകട്ടെ. പരിശുദ്ധ റമദാൻ എന്തൊക്കെ സമ്മാനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടോ നാഥ, അതെല്ലാം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ രാത്രികളും പകലുകളും ഇബാദത്താക്കി സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിൽ നോമ്പുതുറ നൽകിയിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വിശിഷ്യ ഇന്നത്തെ നോമ്പുതുറ നൽകിയ നമ്മുടെ മഹല്ലിലെ ഇന്ന് നോമ്പുതുറ ഒരുക്കിയ പ്രിയപ്പെട്ട സഹോദരൻ കുടുംബാദികൾ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമദാൻ ഓരോ ദിനരാത്രങ്ങൾക്കും വലിയ പ്രതിഫലമുണ്ട്. സമയത്തിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ സമയത്തും ഓരോ ഇബാദത്തിനും ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്കായി അള്ളാഹു വയ്ക്കുന്ന വലിയൊരു ബോണസ് ഓഫറാണിത്. നമ്മളൊക്കെ കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കുമ്പോഴും റമദാനാകുമ്പോൾ 70 ഫറദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നു. ഒരു സുന്നത്ത് നിസ്കാരത്തിന് അള്ളാഹു ഫറദിൻ്റെ കൂലി നൽകുന്നു. ധാരാളം ഇബാദത്തുകൾക്ക് വ്യത്യസ്തമായ നിലയ്ക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലത്തിന് വർധനവ് വരുന്നുണ്ട്. നമ്മുടെ നീയത്താണ് ഇതിന് പരമപ്രധാനമായി. നീയത്തിനാണ് സ്ഥാനം. നീയത്ത് തെറ്റിപ്പോയാൽ പോയി. കുറേ ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടൊരു നിസ്സാര സമയം കൊണ്ട് നമ്മളത് ഉടച്ചു കളയുമ്പോൾ, തകർത്ത് കളയുമ്പോൾ നമ്മുടെ നീയത്തിനാണ് സ്ഥാനം. നമ്മൾ എത്രയോ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് നല്ല നീയത്തോടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഈ ഹദീസിനെ ആദരിച്ചു കൊണ്ടിട്ട്, ഒന്ന് പരിശുദ്ധ ഖുർആനിനെ ആദരിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ നല്ല തെളിഞ്ഞൊരു നീയത്ത് നമുക്കുണ്ട്. ഖുർആനിനെ ഹദീസിനെ ആദരിച്ചു നമ്മളിരുന്ന് ദീന് കേൾക്കുന്നതും ആ ഒരു വലിയ വെളിച്ചത്തിലാണ്, ആ ഒരു വലിയ പ്രകാശത്തിലാണ്. മുത്തുനബിയുടെ ഹദീസ്, പരിശുദ്ധ ഖുർആൻ, ആ പ്രകാശം നമ്മുടെ ഈമാനിക കരുത്തായി, ഈമാനിന് വർധനവായി അള്ളാഹു ആ പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. ഇന്നലെ തറാവീഹിൻ്റെ പ്രതിഫലം നമ്മളിവിടെ പറഞ്ഞത് ഒരു പ്രവാചകനെ സഹായിച്ചതിന്, ഹെൽപ്പ് ചെയ്തതിന്, തൗഹീദിന് വേണ്ടി കൂടെ നിന്നതിന്, ശബ്ദിച്ചതിനുള്ള പ്രതിഫലമാണ് ഒരു തറാവീഹിൽ. വെറും നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. ഫിർഔന്റെ ചക്രവർത്തിയായ ഹാമാൻ, ഫിർഔന്റെ സൈന്യത്തിൻ്റെ തലവനായ, തന്ത്രം മെനഞ്ഞ് കൊടുക്കുന്ന വല്ലാതെ കൂർമ്മബുദ്ധിയുള്ള ഒരാളാണ് ഹാമാൻ. പരിശുദ്ധ ഖുർആൻ ഫിർഔനെയും ഹാമാനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ രാംസസ് രണ്ടാമൻ എപ്പോഴും ഹെൽപ്പായി നിൽക്കുന്ന ഫിർഔന്റെ മന്ത്രിയായ രാംസസ് രണ്ടാമൻ്റെ ചരിത്രത്തിൽ കാണാം. ഈജിപ്തിൻ്റെ കെയ്റോ മ്യൂസിയത്തിൽ മമ്മിയല്ലാതെ പ്രത്യേകം കുടല് ചോർത്തി കളഞ്ഞ് അഴുക്കുകൾ എടുത്ത് കളഞ്ഞ് പ്രത്യേകം മമ്മിയായി രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന, തയ്യാർ ചെയ്തിരിക്കുന്ന ആളല്ല ഫിർഔൻ. ചെങ്കടലിൽ വർഷങ്ങളോളം കിടന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉണർത്തിയ ഖിയാമത്ത് നാൾ വരെ അവൻ്റെ ശരീരത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ ഫിർഔന്റെ ഡെഡ് ബോഡി ഇന്ന് ഈജിപ്തിൻ്റെ കെയ്റോ മ്യൂസിയത്തിലുണ്ട്. അവനെ കാണാൻ വേണ്ടി പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവൻ്റെ പ്രിയപ്പെട്ട ഹെൽപ്പ് വലിയ എഞ്ചിനീയറാണ്. ചുടുകല്ലുകൊണ്ട്, ചുടുകട്ട കൊണ്ട് വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ടാക്കാൻ നല്ല വൈദഗ്ധ്യം സിദ്ധിച്ച മിടുക്കനാണ് ഈ ഹാമാൻ.
ആ ഹാമാനെ പോലെ ക്രൂരനായ ഫിർഔനെ പോലെ ഉള്ള മോശക്കാർക്ക്, നരാധമന്മാർക്ക്, തെമ്മാടികൾക്ക് എതിരെ ശക്തമായി തൗഹീദിന്റെ ശബ്ദം ഉയർത്തിയ മൂസാ നബിക്ക് ഹെൽപ്പ് ചെയ്ത ആസിയ റളിയല്ലാഹു അൻഹയ്ക്കുള്ള പ്രതിഫലം ഷഹീദിന്റെ കൂലിയാണ്. മാഷിത്ത റളിയല്ലാഹു അൻഹയ്ക്ക് പ്രിയപ്പെട്ട മക്കൾക്കുള്ള പ്രതിഫലം ഷഹീദിന്റെ കൂലിയാണ് അവർക്ക്. ആ പ്രതിഫലം നമുക്ക് കിട്ടുക ഒരു ഇബാദത്ത് കൊണ്ട് അള്ളാഹു നൽകുമെന്നാണ്. അതുപോലെ തന്നെ ആലു ഫിർഔൻ റളിയല്ലാഹു അൻഹു, വലിയ മഹോന്നതനായ ഒരു വ്യക്തിയുടെ ചരിത്രം പറഞ്ഞു. ആ കൊട്ടാരത്തിലെ ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹായിയായി നിന്ന ഒരു മഹാമനീഷി. മഹാനൂർക്കുമുള്ള പ്രതിഫലം നമുക്ക് ഒരു ഇബാദത്ത് കൊണ്ട് അള്ളാഹു നൽകുമെന്നാണ് ആഴത്തിൽ അതിൻ്റെ ഗൗരവം ചിന്തിക്കാൻ വേണ്ടി ഉണർത്തിയതാണ്. ഇന്ന് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾ 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ ആ 2 റക്അത്തിൻ്റെ പ്രതിഫലമുണ്ട്. 4 നിസ്കരിച്ചാൽ 4ൻ്റെ പ്രതിഫലമുണ്ട്. 6 നിസ്കരിച്ചാൽ, 8 നിസ്കരിച്ചാൽ, 10 നിസ്കരിച്ചാൽ, 12 നിസ്കരിച്ചാൽ, ഒരാൾ എത്രയോ നിസ്കരിക്കുന്നു അതിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടും. തറാവീഹിൻ്റെ പ്രതിഫലം കിട്ടും. ഹറമൈനി ഷരീഫൈനിയിൽ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ മഹല്ലിൽ കൃത്യമായി 20 റക്അത്ത് വിത്ത് 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായൊരു പ്രതിഫലം 20 നിസ്കരിച്ചവനേ ഉള്ളൂ 20ൻ്റെ പ്രതിഫലം. 18 നിസ്കരിച്ചിട്ട് പോയ ആൾക്ക് 18ൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ എത്ര നിസ്കരിച്ചാലും അതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് കണക്കാക്കുക. 2 നിസ്കരിച്ചിട്ട് നമ്മൾ വന്നപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. തറാവീഹ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, 2 റക്അത്തിൻ്റെ പ്രതിഫലം കിട്ടി. എല്ലാ 2 റക്അത്തിന് മുമ്പ് തറാവീഹിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോട് കൂടി നിസ്കരിക്കുന്നത് നമ്മൾ നിയ്യത്ത് വയ്ക്കുന്നത്. ഒറ്റയടിക്കുള്ള നിയ്യത്തല്ല. തറാവീഹ് 20 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്തല്ല നമ്മൾ വയ്ക്കുന്നത്. സലാം വീട്ടി കഴിയുമ്പോൾ നിസ്കാരത്തിന് വെളിയിലായി നിയ്യത്ത് പുതുക്കൽ നിർബന്ധമാണ്. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, പരിശുദ്ധമായ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പല പള്ളികളിലും വല്ലുഹ മുതൽ ഓതി പൂർത്തിയാക്കും. അലംതറ മുതൽ ഓതിയിട്ട് സൂറത്തുൽ ഫീൽ മുതൽ നാസ് വരെ ഓതുന്ന, ആവർത്തിച്ച് 2 തവണ ഓതുന്ന പള്ളികളും ഉണ്ട് നമ്മുടെ പള്ളിയിൽ. അൽഹംദുലില്ലാ, അങ്ങനെ വളരെ പ്രായമുള്ള ഉപ്പമാരെയൊക്കെ പരിഗണിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തറാവീഹ് ഒക്കെ കഴിയും. ആ ഒരു ചുരുങ്ങിയ സമയത്തുള്ള ഈ ഇബാദത്തിന് വെച്ച വലിയൊരു പ്രതിഫലം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മഹാനോർക്ക് അള്ളാഹു ഈരുലോകത്തും കൊടുത്ത പ്രതിഫലം, ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് കൊടുത്ത പ്രതിഫലം, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആദരിച്ചതിൻ്റെ പ്രതിഫലം, തറാവീഹ് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആരാണ്? പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കഅബയുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ ഇബ്രാഹിം നബിയെ? കഅബയുടെ പുനർനിർമ്മാണം പ്രിയപ്പെട്ട മകനോടൊപ്പം ഊശ്വരഭൂമിയിൽ പ്രിയപ്പെട്ട ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹയെ മകനെ തനിച്ചാക്കിയിട്ട് പോകുന്ന ആ രൂപം, ആ രംഗം എല്ലാം റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ്. അവിടെ അള്ളാഹു സഹായമെത്തിച്ചത്, ലോക ജനതയെ സംസം കൊണ്ട് ഹാജറ ഉമ്മ പാലൂട്ടിയത്, ചരിത്രം ധാരാളമുണ്ട് പറഞ്ഞാൽ തീരില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ അവിടുന്ന് തൊട്ടതിലും അവിടുന്ന് സംസാരിച്ചതിലും അവിടുത്തെ പ്രാർത്ഥനയിലും അവിടുത്തെ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാം, ഇബ്രാഹിം നബിയുടെ ഓരോ ചലനങ്ങളെയും പരിഹസിച്ച ആളുകളെക്കുറിച്ച് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്. കഅബയുടെ പുനർനിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നും മഖാം ഇബ്രാഹിം അവിടെ ഉണ്ടല്ലോ, ആ മഖാം ഇബ്രാഹിമിലെ കാൽപാദം, ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ നമ്മളൊരു ലിഫ്റ്റിലുണ്ടാവണം. ഒരു വലിയ ലിഫ്റ്റായി പ്രവർത്തിച്ച് പൊങ്ങി ഒരു ക്രൈൻ സംവിധാനത്തോടെ ഒരു കല്ല് ഉയർന്ന് കഅബ പണിയുന്നതിന് വേണ്ടി വലിയ സഹായമായ ഒരു കല്ല് ഇന്നും മഖാം ഇബ്രാഹിമിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ നടപടിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ ത്യാഗത്തിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും മകനെയും അവിടെ പിഞ്ചു കുഞ്ഞിനെയും അവിടെ ആക്കിയിട്ട് പോയതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? മാർക്കം ചെറിയ പ്രായത്തിലെ ഹിത്വാന്, ചേലാകർമ്മത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം അടിവരയിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേലാകർമ്മം ഒരു മതാചാരമായി അനുഷ്ഠിക്കുന്ന ജനവിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ടാകുന്നില്ല എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ഗർഭാശയ ക്യാൻസറിൻ്റെ കാരണം സ്മെഗ്മ എന്ന ഒരു വലിയ അഴുക്ക്, ഒരു കാതുറാത്ത് അഴുക്ക് അടിഞ്ഞു നിൽപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പരിച്ഛേദനം കൊണ്ട് ചേലാകർമ്മം ചെയ്താൽ മാത്രമേ അത് നീങ്ങിപ്പോവൂ. അത് ചെയ്യണമെന്ന് ഇന്ന് എല്ലാ ഡോക്ടർമാരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അവരുടെ ഭാര്യമാർക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ടാവുന്നില്ല. ഈ സ്മെഗ്മ ഉള്ളിലേക്ക് പോയി
അവരുടെ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് വലിയ തകരാറ് ആ പെണ്ണുങ്ങൾക്ക് പാവങ്ങൾക്കുണ്ടാവുമെന്നാണ്. അള്ളാഹുവിൻ്റെ ദീൻ എത്രയോ സുന്ദരാണ്, ചോദ്യം ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇബ്രാഹിം നബിയുടെ ഒരു നടപടിക്രമത്തെയും പരിഹസിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. അള്ളാഹുവിൻ്റെ ഖുർആൻ ആരാണ് മഹാനായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനെ, അവിടുത്തെ നടപടിക്രമത്തെ, അവിടുത്തെ ശൈലിയെ പരിഹസിക്കുന്നവരാരാണ്? ഇല്ലാമൻ സഫിഹ നഫ്സഹു, വിഡ്ഢികളല്ലാതെ പരിഹസിക്കൂല. പച്ച പൊട്ടന്മാരല്ലാതെ വിഡ്ഢികൾ അവിടുത്തെ നടപടി ഇന്നും മൊല്ലാക്കാന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ചെളിവാരി എറിയുമ്പോൾ വടവൃക്ഷം പോലെ പടർന്നു പന്തിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് ഒരു കുറവുമില്ല. പരിഹസിച്ചവരൊക്കെ മുക്കാലെന്നും കാലെന്നും മുറിയനെന്നും പറഞ്ഞ് പരിഹസിച്ചവരൊക്കെ ഇന്ന് ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞ ചെയ്യുമല്ലോ, മരണഭീതി രോഗഭീതി ഇതിനപ്പുറം വല്ലതും ഉണ്ടോ? ഓടൂലേ? അള്ളാഹു സലാമത്താക്കി തരട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രകൃതി മതമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രവർത്തനത്തെ പരിഹസിക്കാൻ ആർക്കും കഴിയില്ല. ആരാണ് പരിഹസിക്കുന്നത്? സ്വയം വിഡ്ഢികളായി പോയവരല്ലാതെ പരിഹസിക്കൂല. ആരാണ് ഇബ്രാഹിം നബി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയാ, ഈ ദുനിയാവിൽ അള്ളാഹു മഹോന്നതനായി, നേതാവായി, നാദിറായി, എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പളായി, നല്ലൊരു അമീറായിട്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ സൃഷ്ടിച്ചു. മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് നമ്മുടെ വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്തഹിയ്യാത്തിൽ ഓർക്കുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഗുണങ്ങൾ. അങ്ങോട്ട് വിശാലമായ ചർച്ചയാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. ചുരുക്കി പറയുന്നു, മഹാനോർക്ക് അള്ളാഹു ദുനിയാവിൽ വലിയ മഹത്വം കൊടുത്തു. മാത്രമല്ല, നിങ്ങൾ പരിഹസിച്ചവരെ നിങ്ങൾക്ക് കാണാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആഖിറത്തിൽ പരലോകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാലിഹീങ്ങളുടെ കൂടെ, മഹത്തുക്കളുടെ കൂടെ, നിങ്ങളുടെ എല്ലാം നേതാവായിട്ട് അവിടെയും ഉണ്ടാകും മഹാനായ ഇബ്രാഹിം നബി എന്ന്. അല്ലാഹുവേ, അവിടുത്തെ ഒരു പ്രത്യേകത, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മഹാനായ ഇബ്രാഹിം നബി അനുസരണയുള്ള വ്യക്തിത്വം. മഹാൻ ഒന്ന് പറഞ്ഞാൽ മതി, മുസ്ലിമാക്, അനുസരണയുള്ള ആളാക്. ഒറ്റ ആൻ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പരലോക സംരക്ഷകനായ, സർവലോക സംരക്ഷകനായ, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന, സംരക്ഷിക്കുന്ന, സംഹരിക്കാൻ അധികാരമുള്ള റബ്ബേ, നിന്റെ കൽപ്പനയെ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാനോർക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം ഇരു ലോകത്തും വലിയ പ്രതിഫലമാണ്, വലിയ മഹത്വമാണ്. കേൾക്കുമ്പോൾ ഉണങ്ങി വരേണ്ട ഭൂമിയിലാക്കിപ്പോയ ത്യാഗം, കുഴി കുത്തിയിട്ടില്ല ഒരു കിണറിനെ പോലും മഹാനവറുകൾ പ്രിയപ്പെട്ട മകനെ അറുത്തിട്ടില്ല. അവിടെ നിന്ന് സഹിച്ച ത്യാഗത്തിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണ്. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഒരു ഉരുവിനെ, ആടിനെ ഇറക്കി കൊടുത്തു. അത് ഇന്നും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഉളുഹിയത്തിലൂടെ. അള്ളാഹു കൊടുത്ത ആദരവ് കണ്ടോ? ഒരു കിണറ് പോലും കുത്തിയിട്ടില്ല. അള്ളാഹു കൊടുത്ത ആദരവ് കണ്ടോ മഹാനോർക്ക്? സംസം ചരിത്രമാണ്. നിങ്ങൾ ജമിനിയിലൊന്ന് അടിച്ചു നോക്കണം സംസമിൻ്റെ മഹത്വം. എത്ര പമ്പ് കൊണ്ട്, ബ്രിട്ടീഷ് പമ്പ് കൊണ്ട്, എത്ര വ്യാസമുള്ളത് കൊണ്ട് പമ്പ് ചെയ്ത് വെള്ളം വറ്റിക്കാൻ നോക്കിയാലും വറ്റാത്തൊരത്ഭുതം, ഒരത്ഭുത ഉറവ പരിശുദ്ധ സംസം. ഒരു കിണർ പോലും ഇബ്രാഹിം നബി കുത്തിയില്ല. മഹാനവറുകളുടെ ത്യാഗത്തിനാണ് പ്രതിഫലം. എത്രയോ കിണർ കുത്തുന്നതിനേക്കാൾ വലിയ ത്യാഗം. മകനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഒഴിവ് കഴിവും പറയാതെ അതിലേക്ക് തയ്യാറായതിൻ്റെ അനുഗ്രഹീത ത്യാഗത്തിനാണ് അള്ളാഹു പ്രതിഫലം കൊടുത്തത്. ഇന്ന് പരിശുദ്ധ ഉംറയ്ക്കായി ഒഴുകാണ് ജനലക്ഷങ്ങൾ, ഹജ്ജിനായി ഒഴുകുകയാണ് ജനലക്ഷങ്ങൾ. അവിടുത്തെ ചരിത്രം ഓർക്കാതെ ഒരു അമലുമില്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ അധ്യാപകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സഫാ മർവയുടെ ഇടയിലുള്ള ത്വവാഫ് സഅയിന്റെ, മസ്അയിലെ സഅയിന്റെ രൂപം, ചരിത്രം. ഹാജറ ഉമ്മയെ ഓർക്കാത്തൊരു ഭാഗമില്ല. ഇബ്രാഹിം നബി ഓർക്കാത്തൊരു ഹജ്ജിന്റെ വേളയില്ല, ഉംറയുടെ വേളയില്ല. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലത്തിൽ നിന്ന് ഇന്നത്തെ തറാവീഹിന് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് തുറക്കാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, വലിയ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരെ റയ്യാനിൻ്റെ ബാബിലൂടെ അവരെയും നമ്മളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട മകൻ അള്ളാഹു വലിയ സലാമത്ത് നൽകട്ടെ, നല്ല ഓർമ്മശക്തി നൽകട്ടെ. ആ പ്രിയപ്പെട്ട മകനെ ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബാദികൾക്കെല്ലാം വലിയ പ്രതിഫലം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. വാ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.